ഹായ് ഗൈസ്, വ്ളോഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ അവിടെ പരിസരത്ത് സ്റ്റോക്ക് എടുപ്പാണ്. ഇന്ന് പണി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും പോവുക. കുറച്ച് സാധനങ്ങളെ കണക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കാം. അല്ലാതെ എന്താ വൈകുന്നേരം കാണാം. വൈകുന്നേരം എന്തായാലും രാത്രി പുറത്തിറങ്ങണം. ഒരു 1.5 പണിയായി പോയി. തുമ്മിയിട്ട് നിൽക്കാൻ വയ്യ. സ്റ്റോക്ക് എടുപ്പിൻ്റെ പൊന്നെ, ഈ ദുബായിലുള്ള മണ്ണ് മൊത്തം ഉണ്ടായിൻ്റെ ഉള്ളിൽ. അയ്യോ, ചാതി പൊടിയാന്നറിയാം. തുമ്മൊരു ഊപ്പാടല്ലേ കഴിഞ്ഞ്. ഇനിയിപ്പോൾ നാളെ പണിയുണ്ട്. ഉച്ചവരെ എന്തായാലും പണിയുണ്ട് തോന്നുന്നു. ഉച്ച രാവിലെ ചിലപ്പോൾ മിക്കവാറും 7 മണി വരെ ഉണ്ടാവും. എന്നാലും രാത്രി ആയിട്ടുണ്ട്. എന്തൊക്കെയാ ഞാൻ പറയാൻ, കിളി പോയി വന്നു. ബോസ് ഇപ്പോഴും വന്നില്ല കേട്ടോ. ബോസ് ഇപ്പോഴും സ്റ്റോക്ക് എടുക്കൊണ്ടിരിക്കുക. അയ്യോ, അത് വരണമെങ്കിൽ ഒരു നേരമാവും. അവന് പിന്നെ നാളെ പണിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നാളെ വന്നാണ്ട് കെട്ടുന്ന ഉറങ്ങാൻ. എന്തായാലും അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു തന്നെ, എന്തായാലും പുറത്തിറങ്ങിയില്ല. കെട്ടുന്നുറങ്ങി. ഇപ്പം രാവിലെ പണിക്ക് പോകുന്നു വിത്ത് മുസ്തഫാക്കാരുടെ പുതിയ സൈക്കിൾ. ഇപ്പം എത്ര മണിക്കാണ് പണി ചെയ്യാന്നറിയില്ല. ഈ ഞായറാഴ്ച പണിക്ക് പോകുന്നത് ഭയങ്കര ചൊറയും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഉച്ചക്കത്തെ ഫുഡ് ബിരിയാണി വരും. അതുവരെ പിടിച്ചിട്ടുള്ള ഫുഡാണ്. അപ്പൊ കറന്റ്ലി ഗൈസ് പണി കഴിഞ്ഞു. നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ചെക്കനെ കണ്ട ചെക്കൻ കോസ്റ്റ്യൂം ഇട്ട് ആകെ റങ്കായി നിൽക്കറ്. പുറത്തിറങ്ങിയാണ്. ഇനി 6 മണിക്ക് പോകുന്നതാണ്. ഇപ്പം തന്നെ സമയം 7 മണി ആവാനായി. 6:30 സംതിങ് ആയി. ഒരു ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെയും ഉള്ളിൽ കയറിപ്പോയി. എവിടെയാണോ നടന്ന് ഏകദേശം പാലത്തിൻ്റെ അടുത്ത്. ഇവിടുന്ന് ഒരു എത്ര 5 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നടക്കുമ്പോൾ ഏകദേശം അത്യാവശ്യം ഉണ്ട്. സ്ഥലം ഞാൻ പറഞ്ഞോ, സ്ഥലം സിറ്റി സെന്ററിൽ കേട്ടോ. പോകണം പാലത്തിൻ്റെ അടുത്ത്. എൻ്റെ മോനെ ഡോഡ്ജ് കണ്ട, ഡോഡ്ജ് കണ്ട 6 ഇത് രസം പറയാം. ഇപ്പോഴും കാണിക്കുന്ന പോലെ നമ്മളെ NH അയ്യോ, നമ്മള് നടന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഗിഫ്റ്റിന്റെ അവിടെ എത്തി. ഗിഫ്റ്റ് സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ നടക്കാനും കൂടി. വല്ലി അത്രേ ഉള്ളൂ. രക്ഷപ്പെടാനല്ലേ കയറണത്. നമ്മൾ ഇവിടുന്ന് പോവാണ്. ചെക്കന്മാരെ അവിടെ എത്തി. പോയി അവിടെ ഞാൻ ആ ബിൽഡിങ് കണ്ടപ്പോൾ അവിടെ നിന്നതാ. നല്ല ഫ്രെയിം, നല്ല രസമുണ്ട്. ഫോട്ടോ എടുത്ത അടിപൊളി ഫ്രെയിം. അയ്യോ, നടന്നപ്പോൾ എവിടെയോ ഒത്തി കഴിച്ചു. എന്തായാലും ഡെലിവറി ബോയ്സിൻ്റെ സ്തംഭ ഏരിയ കുറേ ഉണ്ട്. തെമ്മുവിൻ്റെ ഓഫീസാണ് ഗൈസ്. അതാണ് തോന്നുന്നു. യെസ് ഗൈസ്, ലൊക്കേഷൻ എത്തി ഗൈസ്. തന്നെ തോന്നുന്നു പ്രാവശ്യം വലുതാണ്. അപ്പം തന്നെ ഒക്കെ പറഞ്ഞു. സിഗ്നൽ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമ്മളെ ലൊക്കേഷൻ. അപ്പോൾ ആ ഫോൺ കഴിക്കുക. അല്ല, അവിടെ എത്തിയിട്ട് നോക്കട്ടെ. വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. എല്ലാന്നുണ്ടെങ്കിൽ എടുക്കുന്നുണ്ടാവില്ല. ഒന്ന് കയറി നോക്കിയാലോ? അല്ല, ടർഫ് എല്ലാം ഡൗട്ട് ഉണ്ട്. ആണെന്നൊന്നും ഡൗട്ട് ഉണ്ട്. ഇത് പാർക്കിങ്ങിന് അത്യാവശ്യം ഉണ്ട് കേട്ടോ. പാർക്കിങ് മാത്രമേ ഉള്ളൂ, വണ്ടിന്റെ പാർക്കിങ് മാത്രമേ ഉള്ളൂ. ഇവിടെ മാളൊന്നും ഇല്ലേ. സെൻട്രിന്റെ അവിടെ എത്തിട്ടോ. ചിലപ്പോ വീഡിയോ എടുക്കുമ്പോ എൻട്രി ചെയ്തിട്ടുണ്ട്.
നോക്കട്ടെ ചുറ്റിക്കാണാൻ നോക്കട്ടെ എന്തൊക്കെയുണ്ട് ഏതൊക്കെ ഇല്ല എന്നൊക്കെ. നമ്മളിപ്പോ ഒരു മറ്റേ ഗെയിമിംഗ് സെന്ററിന്റെ ഉള്ളിലാണ്. ഗെയിമിംഗ് സെന്റർ പറഞ്ഞാൽ കുട്ടികളുകളോ എന്തത് മറ്റേ ഇതോ നീന്തൂഞ്ഞാലൊക്കെ ഉണ്ടല്ലോ. കുറെ കാണാനുണ്ടാക്കല്ലോ. ഒരാൾ മാത്രം പൈസ അടിച്ചിട്ട് പോയി. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എത്തിയത് സിറ്റി സെന്ററിന്റെ പാർക്കിങ്ങിന്റെ ഗ്രൗണ്ട് മേലത്തെ പാർക്കിംഗ്. ഗൈസ് ഈ വിശാലമായ പാർക്കിംഗ് കണ്ടോ, ഇതിന്റെ മേൽഭാഗത്താണ്. അവിടെ ഒരു ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്, അവിടെ വന്ന് ഇരിക്കുക. ഇവിടെ എങ്ങനെ ഇരിക്കാം നമുക്ക്. லுக் ஒன்று கொடுங்க, அப்படியே திடீர் ரொமான்டிக் லுக் ஒன்று தாங்க. லுக் ஒன்று தாங்க പ്ലീസ്. ഗൈസ് ഈ പാർക്കിങ്ങിന്റെ മേലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ടർഫ് കാണാൻ വന്നതാണ്. കാരണം നിസാറിന് ടർഫ് കണ്ടില്ലെങ്കിൽ ഇത്ര എന്താണ്. അപ്പോൾ നിസാം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ബോസ് എങ്ക ബോസ് കണ്ടുപിടിച്ച്. അപ്പോൾ ചെക്കനെ കണ്ടുപിടിച്ചട്ടെ, പിടിക്കട്ടെ. കാലിക്കറ്റൻ്റെ സങ്കടപ്പെട്ടിരിക്കുന്നു. ഒരു വീഡിയോ എടുക്കും. എന്റെ മോന്ന് കാണിച്ചേ കാണിച്ച് എന്താ ഞാൻ നിർത്തിയതാ. അപ്പോൾ ഗൈസ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി കിടന്നുറങ്ങല്. ഇപ്പം തന്നെ ആകെ കിളി പോയായിരിക്കും, നടന്നൊരു വഴിക്കായി. അപ്പോൾ അത്രേ ഉള്ളൂ. സഭയെ മറക്കണ്ട. ബൈ.